ഹലോ ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ഓണേ. തിരുവോണമായതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോയായിരുന്നു കേട്ടോ. ഇവിടെ അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ തന്നെയാണ് പോയത്. എൻ്റെ തൊണ്ടയെല്ലാം പോയിരിക്കുകയാണ്. ഞങ്ങൾക്ക് 3 പേർക്ക് വയ്യ. ആദ്യം മോനാണ് സുഖമില്ലാതായ, പനിയും ചുമയായിട്ട്. അത് കഴിഞ്ഞ് ചേട്ടൻ വന്ന് ഇപ്പം എനിക്കുമായി. നാളെ വേണം ഇനി ഹോസ്പിറ്റലിൽ പോവാൻ. ഇന്നായതുകൊണ്ട് പോണില്ല. അങ്ങനെ ഞങ്ങൾ രാവിലെ കോവിലൊക്കെ പോയി തൊഴുത് കേട്ടോ. അത് അവിടെ തന്നെ ഒരു വലിയൊരു അത്ത ഇട്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. ഒരു ചതുരം പോലത്തെ ആകൃതിയിൽ നല്ല വലുതാണ് കേട്ടോ. അത്യാവശ്യം ഇത് നമുക്ക് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ വീഡിയോ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തായിരുന്നു. ആയുസിന് വയ്യ കേട്ടോ. ആയുസിന് ഉത്സാഹം ഇല്ലാത്ത പോലെ നിൽക്കണതാണ്, ഒട്ടും വയ്യ ആക്ക്. അങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെ 2-3 വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. വേറെ ഒരിടത്തും പോയില്ലേ. പിന്നെ നേരെ ഞാൻ വീട്ടിൽ വന്ന് ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മൾ അമ്പലത്തിൽ പോയത്. കുറച്ച് നേരത്തെ എണീച്ചായിരുന്നു ഞാൻ ഇന്ന്. പതിവിൽ എണീക്കുന്നതിനും ഒരമണിക്കൂർ നേരത്തെ എണീച്ച്. അങ്ങനെ വീട്ടിൽ വന്ന് കാപ്പി കുടിച്ച്. ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നു കേട്ടോ കാപ്പി. രാവിലെ തന്നെ സാമ്പാർ വെച്ചതുകൊണ്ട് എനിക്ക് ജോലി പകുതി എളുപ്പമെന്ന് വേണം പറയാൻ. പിന്നെ ബാക്കിയുള്ള കറികളൊക്കെ വെച്ചാൽ മതിയല്ലോ. അങ്ങനെ കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കി കഞ്ഞിക്കൊക്കെ വെള്ളം ഇടാനായിട്ട് പോയത്. എനിക്ക് ഇടയ്ക്ക് കറി ഉണ്ടാക്കിയതിൽ ഒരു പണി കിട്ടിയായിരുന്നു. പച്ചടി വെച്ചപ്പോഴത്തേക്ക് ആ സംഭവം മറന്നു പോയതാണോ എന്തോ, വേറെ എന്തോ ആലോചിച്ച് ഞാൻ മഞ്ഞ കളറായിപ്പോയി. അത് വെള്ള കളറല്ലേ വരെ, പക്ഷേ അത് മഞ്ഞ കളറായിപ്പോയി. ഞാൻ പക്ഷേ റെഡിയാക്കി എടുത്തായിരുന്നു. അങ്ങനെ അംഗം കുറിക്കാനായിട്ട് ഇറങ്ങി. ഇതാണ് സംഭവം കേട്ടോ. ആദ്യം തന്നെ കഞ്ഞിക്കിട്ട വെള്ളം മറ്റേ ചമ്പാവരി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇട്ടത്. നമ്മൾ സാധാ മറ്റേ വെള്ള അരിയല്ലേ വെക്കണ. ഈ ഇങ്ങനെ വിശേഷ ദിവസം ഓണത്തിനൊക്കെ നമ്മൾ ചമ്പാവരിയാണ് വാങ്ങിക്കണത്. അത് വാങ്ങിച്ച് ഇട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അവിയൽ കലക്കി വച്ചിട്ടുണ്ട്. അങ്ങനെ അവിയലും അടുപ്പിലാക്കി. അവിയൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പരിപ്പാണ് വെച്ചത്. 2 അടുപ്പല്ലേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ആയി മാറ്റിയാലേ പറ്റുള്ളൂ. കറണ്ട് അടുപ്പിൽ ഞാൻ വയ്ക്കൂലേ, അത് പെട്ടെന്ന് അങ്ങ് അടിയിൽ പിടിച്ച് കളയും. അതിൽ ചായ ഇടാനോ വെള്ളം തിളപ്പിക്കാനോ എന്തിനെങ്കിലും മാത്രമേ പറ്റുള്ളൂ. ഇത് പരിപ്പ് കറി റെഡിയായി. അത് കഴിഞ്ഞ് ഞാൻ തോരനാണ് വെച്ചത്. ക്യാബേജ് തോരനാണ് കേട്ടോ. നല്ല ചെറുതായിട്ട് ചേട്ടൻ തന്നെ അരിഞ്ഞു തന്ന്. തലേ ദിവസം ഞാനും ചേട്ടനും കൂടിയാണ് എല്ലാം അരിഞ്ഞത്. അത് കണ്ട പച്ചടി പക്ഷേ വെള്ള കളർ ഞാൻ ആക്കിയെടുത്ത്. ഞങ്ങൾ പാലട പായസമാണ് കേട്ടോ വച്ചത്. ഇതാണ് സംഭവം. ആ പച്ചടി കൊളായതിന് ശേഷം എനിക്ക് ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ എന്തായാലും എല്ലാം വച്ചിട്ടുണ്ട്. വച്ചെല്ലാം കഴിഞ്ഞതിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ എല്ലാം വിളമ്പാൻ തുടങ്ങിയായിരുന്നേ. ഇതാണ് കേട്ടോ കറികളെല്ലാം ഞാൻ വച്ചത്. കൂട്ടുകറി ഞങ്ങൾ ഒരൈറ്റം മാത്രം വിട്ടുപോയി. എന്തോന്ന് പുളിശ്ശേരിക്ക് ഞങ്ങൾക്ക് പൈനാപ്പിൾ കിട്ടിയില്ല, പഴുത്തത്. പച്ച ഉണ്ടായിരുന്നുള്ളൂ എല്ലായിടത്തും. അങ്ങനെ പിന്നെ ഞങ്ങളത് വാങ്ങിച്ചില്ല കേട്ടോ. പുളിശ്ശേരി ഒഴിച്ച് ബാക്കി എല്ലാ കറിയും ഞങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴിക്കാൻ തുടങ്ങി. ആദ്യം പരിപ്പെല്ലാം ഒഴിച്ച് കഴിക്കുമല്ലോ, ഇങ്ങനെ സദ്യക്ക് കഴിക്കും പോലെ. അങ്ങനെ ആദ്യം അതൊഴിച്ച് കഴിച്ച്. ആയുഷാണെങ്കിൽ ഒട്ടും കഴിച്ചതേ ഇല്ല. പനി ആയതുകൊണ്ട് പനി മാറി, ചുമ വിട്ട് മാറിയില്ല. ആയുഷ് കഴിച്ചതേ ഇല്ല. ആയുഷ് അങ്ങനെ വച്ചുകൊണ്ടിരുന്നു. ചേട്ടനും അതുപോലെ ടേസ്റ്റൊന്നും അറിയാൻ പറ്റില്ല. ഈ പനിയൊക്കെ വന്ന ഇതാണ് കുഴപ്പം. എനിക്ക് ഈ ഇപ്പം സമയമായപ്പോഴത്തേക്കുമാണ് ഈ തൊണ്ട അടഞ്ഞത്. രാവിലെയൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എന്തായാലും ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് എല്ലാവരും. ഇതൊക്കെ ആയുഷിനെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ആയുഷ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോഴൊന്നും ഭയങ്കര സന്തോഷത്തോടെയൊന്നും അല്ല വന്നത്. ആക്കൊട്ട് വയ്യായിരുന്നു. ഇല്ലെങ്കിൽ തുണിയൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ആയുഷിന്. എപ്പോഴും ഓടി കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയും. അന്ന് തുണിയെടുക്കാൻ പോയതിൻ്റെ എപ്പോഴും ചേട്ടനാണ് എടുത്ത് വെച്ചുകൊണ്ടിരുന്നത് തോളിൽ. അങ്ങനെ ഈ പ്രാവശ്യത്തെ ഓണം നമുക്ക് ഭയങ്കര വലിയൊരു ഇതായിട്ട് തോന്നിയില്ല. അല്ലെങ്കിൽ ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ എന്തായാലും ഞങ്ങൾ പായസമൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ ഈ വർഷത്തെ ഓണം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.